പ്രിയപ്പെട്ടവരെ, അബുദാബിയിലെ നാടകരാവുകൾക്ക് അരങ്ങുണർന്നു കഴിഞ്ഞു. അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ ഭരത് മുരളി നാടകോത്സവം 2024 13ാമത് എഡിഷൻ ഇവിടെ തുടക്കം കുറിച്ചു. ഈ അവസരത്തിൽ 3ാമത് എഡിഷനിൽ, അതായത് 2011 അബുദാബി നാടക സൗഹൃദം അവതരിപ്പിച്ച സുവീരന്റെ ആയുസിന്റെ പുസ്തകം എന്ന നാടകമാണ് ഈ ലക്കത്തിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പ്രണാമം. പാപങ്ങളുടെ പ്രമാണം, ആയുസിൻ്റെ പുസ്തകം, നാടക സൗഹൃദം അബുദാബി അവതരിപ്പിക്കുന്ന നാടകം തുടങ്ങുന്നു. ഞാൻ കുമ്പസാരക്കൂടിന് പുറത്തു, നീ എൻ്റെ കുമ്പസാരം കേൾക്കും. നിന്നെ ഗാഠമായി സ്നേഹിച്ചിരുന്നുവെന്നും എത്രയോ രാത്രികളിൽ നീ എൻ്റെ കൂടെ ഉറങ്ങുന്നതായി സങ്കല്പിച്ചിരുന്നുവെന്നും ഞാൻ പറഞ്ഞു. എൻ്റെ പാവങ്ങളെല്ലാം ഞാൻ നിന്നെ കേൾപ്പിക്കും. നാം കണ്ടുമുട്ടും. പാപം ചെയ്യാത്തവരായി ആരാണുള്ളത്? ഇക്കൂട്ടത്തിൽ ഇന്നേ വരെ പാപം ചെയ്യാത്തവരായി ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ മുന്നോട്ട് വാ, എന്നിട്ട് ശരി എങ്കിൽ നീ കല്ലെടുത്തോ. ഇത് നിന്റെ കയ്യിലുള്ളതിനേക്കാൾ വലുതാണ്. എന്നിട്ട് ശ്രദ്ധയ്ക്ക്, ദൈവമുള്ളത് സത്യമാണ്. അവനെല്ലാം കാണുന്നു. നീ നിന്റെ പണിക്കാരെ പറ്റിക്കുന്നത് അവൻ അറിയുന്നു. നീ ആ വിധവയുടെ കൂടെ, എന്താണ് അവളുടെ പേര്, നിനക്ക് ഭയമില്ലേ? ആ കണ്ണുയർത്താനുള്ള നിന്റെ ശക്തി തകർക്കാൻ, നിശ്ചലമാക്കാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് നിനക്കറിയില്ലേ? നിനക്ക് ഭയമില്ലേ? കർഷകൻ വിതക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ കുറേ വിത്തുകൾ വഴിയരികിൽ വീണുപോയി. പക്ഷികൾ വന്നു അത് തിന്നുകളഞ്ഞു. ചിലവ മണ്ണധികമില്ലാത്ത പാറമയിൽ വീണു. അവ പെട്ടെന്ന് മുളച്ചു പൊന്തി. പക്ഷേ സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരുകളില്ലാത്തതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലവ മുൾച്ചെടികൾക്കിടയിൽ വീണുപോയി. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. പക്ഷേ ചില വിത്തുകൾ നല്ല നിലത്ത് വീണു. അത്
100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇത് യോഹന്നാൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ ഇവനാണ്. ഇവന്റെ ലോകവും കാലവും വേറെ. ഒരുപാട് സന്ദേഹങ്ങൾ ഇവനെ അലട്ടുന്നുണ്ട്. ആരും ഇവനെ അറിയുന്നില്ല, ആരും ഇവനിൽ പ്രസാദിക്കുന്നില്ല. ഏകാഗിയായ ഈ വൃദ്ധൻ പൗലോ, എലീശ എന്ന സ്ത്രീയിൽ ഇയാൾ തോമയെ ജനിപ്പിച്ചു. മണ്ണിന്റെ സന്തതി. എലീശ മനോവ്യസനത്തോടെ ഇയാളെ കാത്തിരിപ്പുണ്ട് ദൂരെ എവിടെയോ. തോമ, യോഹന്നാന്റെ പിതാവ്, പൗലോയുടെ പുത്രൻ, പ്രിയപ്പെട്ടവൾ തെരേസ. തൻ്റെ 2 മക്കളുടെ അമ്മ മൺമറഞ്ഞു പോയതിൻ്റെ ദുഃഖം ഇപ്പോഴും സഹിക്കുന്നു. കൂടെ കൂടെ ഇയാൾ അവളെ അന്വേഷിച്ച് ചെല്ലാറുണ്ട്, കുന്നിൻ ചെരുവിലെ സെമിത്തേരിയിലേക്ക്. ശലമോന്റെ പാട്ടിലെ യെരൂശലേം പുത്രിമാരോ, ശാരോനിലെ പനിനീർ പുഷ്പങ്ങളോ, ആരാണിവർ? ഞാനാണ്. എന്റെ ഇളയതാ യോഹന്നാൻ. അമ്മച്ചി പോയ പിന്നെ വല്യപ്പന്റെയും അപ്പന്റെയും യോഹന്നാന്റെയും കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത്. ഒരു സ്വകാര്യം, ഞാൻ നോട്ട്ബുക്കില് അതും ഇതും കുത്തിക്കുറിക്കും. ആരെയും കാണിക്കാറില്ല. യോഹന്നാൻ പോലും അറിഞ്ഞുകൂടാ. ഇവൾമാരാരേലും കണ്ട ഇടവക മുഴുവനും അറിയും. ഇത് മേരി, ഞങ്ങൾ ഒരേ ക്ലാസ്സിലാ. ഇത് റാഹി, യോഹന്നാന്റെ പ്രായമാ. കണ്ടാൽ ഒരു പാവം, പക്ഷേ വെളച്ചിലൊക്കെ ഉണ്ട്. വ്യാകുലയായ സാറ, ഇടവകയിലെ ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറയും യാക്കോബ്. തിന്മ ചെയ്ത് ജീവിച്ച ഭർത്താവ് സ്കറിയയുടെ ദീനം ഇന്ന് സാറായ്ക്ക് വിധി. അവൾ ആശുപത്രിയിലേക്ക്. ഇതാണ് യാക്കോബ്. സാറ, പണ്ട് നിന്നെ ഞാൻ സ്നേഹിച്ചു, ആഗ്രഹിച്ചു. പക്ഷേ ബൈബിൾ മനഃപ്പാഠമാക്കുന്ന കൂട്ടത്തിൽ നീ എന്നെ കണ്ടില്ലെന്ന് വിളിച്ചു. സാറ ദൈവഭയമുള്ളവൾ. അവൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. നാളത്തെ ഭാഗ്യവാൻ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. നാളത്തെ ഭാഗ്യവാൻ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. നാളെയാണ് നറുക്കെടുപ്പ്, നാളെയാണ് 10 ലക്ഷവും കാറും. അങ്ങോട്ട് പോയേക്കുവാ. അവര് പോയിട്ട് ഒത്തിരി നേരമായി. അവര് എപ്പ വരും? കൊച്ചിന് പോയിട്ട് തിരക്ക് വല്ലതും ഉണ്ടോ? ഒറ്റക്കിരുന്ന് മടുത്ത്. വല്യപ്പൻ പീടി കറുക്കുവാ. വയസ്സുകാലം എന്ന് പറഞ്ഞ കൊച്ചിന് അറിയാമോ? നരകമാ, നരകം. ഇവിടെ
ഇവിടെ തോമാച്ചനുണ്ട്, മക്കളുമുണ്ട്. എന്നാലും ഞാൻ എന്തുമാത്രം ഒറ്റയ്ക്കാണെന്ന് അറിയാമോ? ഒറ്റയ്ക്കിരിക്കുമ്പോ മരിച്ചതിന് തുല്യമാണ്. ജീവനുണ്ടേലും മരിച്ച ഒരാൾ. എനിക്ക് മടുത്ത്. ഇതൊന്നും ആർക്കും പറഞ്ഞോ മനസ്സിലാക്കും. വയസ്സുകാലത്ത് ഇങ്ങനെ ഒറ്റയ്ക്കാകുമ്പോ ഓരോരുത്തർക്കും മനസ്സിലായിക്കോ. ഒക്കെ കുരുവാ. ആ വളരെ നല്ലതാ. നേരും നിറവുമില്ലാത്തവനാണ്, വിശ്വസിക്കാനുള്ളതില്ല അവനെ. 2 രൂപയും വാങ്ങിച്ചു കളഞ്ഞു. ഞാൻ വരക്കി തരാം. ഇതിങ്ങനെ ചുമ്മാ നിറച്ചു വരച്ചാലേ നെഞ്ചിന് വേദന വരും. ഇതിനിപ്പോ നെഞ്ചിന് വേദന വന്നാൽ തന്നെ എന്താ? വയസ്സ് കഴിഞ്ഞ പെസഹായിക്ക് 73 തികഞ്ഞു. ഇനിയിപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് എപ്പോഴാണെന്ന് കൊച്ചിന് അറിയാമോ? അങ്ങ് സെമിത്തേരിയില് ശവക്കുഴി കാണുമ്പോൾ. ഒത്തിരി പെസഹ കാണും കേട്ടോ. കൊള്ളാം കൊള്ളാം. എനിക്കതിൽ ആശയൊന്നുമില്ല. എന്നാലും ഇത് പറഞ്ഞത് നന്നായി കേട്ടോ. നല്ല വെളുക്കി പോലും കേട്ടോ. നല്ല മിടുക്കം വല്യപ്പൻ കേട്ടോ. നീ ആള് കൊള്ളാമല്ലോടി. അമ്പടി കേമത്തി. പോലീസ്
അതൊന്നുമല്ല, എല്ലാത്തിനും പരിഹാരമുണ്ട്. നമ്മളൊക്കെ ഇടവയ്ക്കാനും ഒരേ കളി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് ചെയ്തിട്ടുള്ളതിനെ പറ്റി ഇയാൾക്ക് ഇപ്പൊ കഴിവില്ല അറിയില്ല. തനിക്കും ഈ കുടുംബത്തിൽ നമ്മുടെ ഇടവകയിൽ പേരുള്ള ഒറ്റൊരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വയ്ക്കാം. കാര്യം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇനി ഇടവകയുണ്ടാവോ? ആത്മഹത്യ അപ്പമാർ തല്ലിക്കൊന്നു ഈ തല്ലുകയും ചെയ്യും. എന്നാൽ ഇയാൾ തന്റെ അപ്പനെ തല്ലുന്നത് അതുപോലെ എന്താ? ഇതിന്റെ വീട് അറിയാതെ ഞങ്ങൾ എങ്ങോട്ട് പോകാൻ മനസ്സിലാക്കിയിട്ടോ? വേണ്ട കിടക്കുന്നു. നമ്മളിപ്പോ കുടിയിലോ അതുതന്നെ കീറിപ്പോയി മക്കളെ നിങ്ങൾക്ക് സൂക്ഷിച്ച് ഇന്നലെ വരെ സ്നേഹമായി കഴിഞ്ഞതല്ലയോ? ഒരപ്പനും മോനും എന്നതിലേറെ തോമാ സ്നേഹമുള്ളതാണ്. ചേട്ടൻ പുതിയ ധ്യാനിച്ചോട് കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിമുറ്റത്ത് വെച്ച് പറഞ്ഞ ഞാൻ കേട്ടതാ. പറ, എന്നതാ ഉണ്ടായേ? തോമാച്ചൻ എന്തിനാ? അപ്പൊ ചുമ്മാതാണ് തോമ ഞാൻ ചോദിച്ചത്. എങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് അടിച്ച് ഇടവക്കാർ മുഴുവൻ അടിക്കേണ്ടതാ. തന്റെ അപ്പനെ അടിക്കുന്നോ മകളെ ശിക്ഷ എന്നല്ല മോശം ഹോമിൽ കേട്ടത്. ചുമ്മാവല്ല, ഞാൻ പറയാം. അനന്തരം അയാൾ തന്റെ അപ്പന്റെ പാപം വിവരിച്ചു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആരാധിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുന്നു. ആമേൻ. ഞാൻ തെറ്റ് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ എന്നോട് പറയൂ. ഞാൻ ഇവിടെ കിടന്ന് നീരുകയാണ്. എനിക്കപ്പോ തോന്നിയത് അടുക്കളത്ത് പ്രവർത്തിച്ചു എന്നാ. പിന്നീട് ഞാൻ ആലോചിച്ചു നോക്കി, മൂപ്പീർന്ന് ചെയ്തത് ശരിയാണോ എന്ന്. പാപം വാതുക്കൾ പതിഞ്ഞു നിൽക്കുകയും അത് നിന്നെ നോക്കി നിൽക്കുകയും ചെയ്യുമ്പോൾ അതിനെ നിയന്ത്രിച്ചേ പറ്റുമെന്ന് നമ്മളൊക്കെ വായിച്ചറിഞ്ഞിട്ടില്ലേ? പാപം ചെയ്തവരെയും അവരുടെ മക്കളെയും ദൈവം നശിപ്പിച്ച കഥയും നമുക്കറിയാം. പാപത്തിന് ശിക്ഷ വിധിക്കാൻ നമ്മളാരുമല്ല. എന്തേ പാപം ചെയ്യാത്തതായിട്ട് ആരുമില്ലത് വിശുദ്ധ ഗ്രന്ഥം പറയുന്നില്ലേ? നമ്മൾ നോക്കേണ്ടത് പാപകൃത്യമെന്ന് വിളിക്കാവുന്ന വല്ലതും ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നാ. എന്റെ നോട്ടത്തിൽ ഒരു 70 75 വയസ്സ് കാണും. ആ ജോർജിന്റെ കൊച്ചിന് ഒരു 12 13 വയസ്സ്. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ മാത്രം ഇട്ട തരുന്നുണ്ടോ അങ്ങനെ പെരുമാറ്റം? അതൊരു കളങ്കമില്ലാത്ത സ്നേഹമായിക്കൂടെ. അങ്ങോട്ട് റാഹേലിനെ കയറി പിടിക്കുന്നത് കണ്ടുകൊണ്ടാ ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. എന്നെ കണ്ടതും പിടിവിട്ടു. അടിച്ചോണ്ട് അവൾ ഓടിപ്പോവുകയും ചെയ്തു. നേരം അവളുടെ കണ്ണിലുണ്ടായിരുന്ന വേദന, അത്രയും വേദന എന്റെ ജീവിതത്തിൽ ഇത്തിരി കൂടി ഇപ്പൊ തന്നെ അധികമായില്ല. കുഴപ്പമില്ല,
ഇത്തിരി കൂടി ആരും കുഴപ്പമൊന്നുമില്ല. പാവം എന്റെ മേൽ വീട്ടിൽ പോവാ. അതുവരെ ഞങ്ങൾ വരാൻ വീട്ടിലേക്കോ? ഞാനില്ല. വീട്ടിലേക്ക് അവിടെ കൊച്ചുകളെ കാത്തിരിക്കില്ല. അവര് കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ അടിച്ചപ്പോ അവര് പിടിച്ചു മാറ്റാവുന്നു. ഞാൻ അവരെ തള്ളി മാറ്റി. പാവം ഒരുപാട് നൊന്ന് കാണും. ഇനിയത് അവരറിയും. ഒരുപക്ഷെ ഇപ്പൊ തന്നെ ഇത് അവരറിഞ്ഞു കാണും. അങ്ങൊരു റാഹയല്ലേ എന്നതാ ചെയ്തതെന്ന് അവൾ അറിയുമ്പോ അവരവമാനം കൊണ്ട് ചൂടിപ്പോവും. എന്റെ കർത്താവേ, എന്റെ മനസ്താപത്ത് വർദ്ധിപ്പിക്കണമേ. എന്റെ കർത്താവേ, എന്റെ മനസ്താപത്ത് വല്യപ്പന് വേണ്ടേ? ചേച്ചി കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. വല്യപ്പന് കൊടുത്തത് മതി എനിക്ക് ചേച്ചി. നീ പോയി വിളിച്ചോണ്ടോ. ചേച്ചി വാ, ചേച്ചി വാ. നടക്കട്ടെ. വല്യപ്പ വല്യ ചോറ് കഴിക്കുന്നില്ലേ? മക്കള് വയ്ക്കോ, മക്കള് വയ്ക്കോ. ഭക്ഷണം കഴിക്കും. ചേച്ചിയും കഴിക്കും. ചേച്ചി, വല്യപ്പൻ റാഹേലിന് എന്നതാ ചേച്ചി ചെയ്തത്?
ആ